എൻ്റെ നേതാക്കളായ എൻ്റെ ബി.ജെ.പിയുടെ നേതാക്കളായ ആരുമായിട്ടും ഇത്തരം കാര്യങ്ങൾ കേസ് വിഷയങ്ങൾ ഞാൻ സംസാരിച്ചിട്ടില്ല. ആരൊക്കെ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താ? ഒറ്റ ഉദാഹരണം മാത്രം പറയാം. ഞാൻ 13-ാം തീയതി റിട്ട് കൊടുത്തതിന് ശേഷമാണ് KRELൻ്റെ മൈനിങ് ലീസ് ഗവൺമെൻറ് ക്യാൻസൽ ചെയ്യുന്നത്. സമ്പൂർണ്ണമായിട്ട് ഞാൻ റിട്ട് കൊടുക്കുന്ന 13-ാം തീയതി ഡിസംബർ 13, 18-ന് കൂടുന്ന മന്ത്രിസഭാ യോഗമാണ് എല്ലാ മൈനിങ് ലീസുകളും ക്യാൻസൽ ചെയ്ത് തീരുമാനം എടുക്കുന്നത്. അത് ക്ലാരിഫൈ ചെയ്ത് 27-ാം തീയതി പുതിയ എഗ്രിമെൻറ്റ്, ഞാൻ അത് തിങ്കളാഴ്ച വിശദമായിട്ട് പറയാം. ഇനി അങ്ങനെ ഇത് കോടതിയല്ലേ? ഇപ്പോൾ ഷോൺ ജോർജ് പെറ്റീഷനാണ്. ഈ ബാംഗ്ലൂർ കോടതിയിൽ ഷോൺ ജോർജ് ഇല്ലല്ലോ. ബാംഗ്ലൂർ കോടതിയിൽ SFIOയും വീണ വിജയനും ഉള്ളൂ. ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ ഒരറ്റത്ത് ഷോൺ ജോർജ് ഉണ്ട്, ശരിയാണ്, പെറ്റീഷൻ എന്ന നിലയുണ്ട്. പക്ഷേ ബാംഗ്ലൂർ കോടതിയിൽ SFIOയും വീണ വിജയനും ഉള്ളൂ. അവിടെ ഷോൺ ജോർജിൻ്റെ രാഷ്ട്രീയ സ്വാധീനമൊന്നും എനിക്ക് കർണാടകയിലൊന്നും ഈ പറയുന്ന സ്വാധീനമുള്ള ആളല്ല. കേരളത്തിലൊരു പാവം ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ മാത്രമാണ് ഞാൻ. അപ്പോൾ എനിക്ക് കർണാടകയിൽ കോടതിയൊക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന അത്രയും സ്വാധീനമുള്ള ആളാണ് ഞാനെന്ന് CPM പോലും പറയുമെന്ന് തോന്നുന്നില്ല. എനിക്കറിയില്ല, അത് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം വളരെ വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ ഇതുവരെ അദ്ദേഹത്തോട് ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് സത്യസന്ധമായി പറയാമല്ലോ, ഈ കേസുമായി ബന്ധപ്പെട്ട് എൻ്റെ നേതാക്കളായ എൻ്റെ ബി.ജെ.പിയുടെ നേതാക്കളായ ആരുമായിട്ടും ഇത്തരം കാര്യങ്ങൾ കേസ് വിഷയങ്ങൾ ഞാൻ സംസാരിച്ചിട്ടില്ല. കാരണം ഒന്ന്, സുരേന്ദ്രൻ ചേട്ടൻ ജാഥയിലാണ്, ഞാൻ കേസ് നടത്തുന്നുണ്ടെന്നറിയാം, കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നു, അതിനകത്തൊന്നും ആരും ഇൻട്രപ്റ്റ് ചെയ്തിട്ടില്ല ഈ നിമിഷം വരെ. അല്ല, വേർതിരിച്ച് പോകേണ്ട ഘട്ടം വരുന്ന എവിടെയാണ്? ഞാനെന്ന അഭിഭാഷകൻ, ഞാനെന്ന പരാതിക്കാരനെ എൻ്റെ പാർട്ടി തടയുന്ന സാഹചര്യം വരുമ്പോൾ അല്ല നിങ്ങളിത് മുമ്പോട്ട് പോകരുത് എന്ന് പറയുമ്പോഴല്ലേ അത് വേർതിരിച്ച് പോകേണ്ട കാര്യമുള്ളൂ. ഞാനെന്ന വ്യക്തിക്ക്, ഒരു പരാതിക്കാരൻ എന്ന നിലയിൽ എൻ്റെ പാർട്ടി എല്ലാ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അത് അനുവദിച്ച് ഒരു പരാതിക്കാരൻ എന്ന നിലയിൽ കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ ഞങ്ങൾക്ക് ആർക്കും വിരോധമില്ലെന്ന് മാത്രമല്ല താങ്കൾ മുമ്പോട്ട് പോകാം എന്ന് തന്നെയാണ് എൻ്റെ പാർട്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ അങ്ങനെ രണ്ടായിട്ട് പോകേണ്ട ഒരു വിഷയം വരുന്നില്ലല്ലോ. അവരെന്നെ തടയുകയാണ്, നിങ്ങൾ പോകരുത്, നിങ്ങൾ ഈ കേസുമായി മുമ്പോട്ട് പോകരുതെന്ന് പറഞ്ഞ് തടഞ്ഞാൽ ശരിയാണ്, ഇത് രണ്ടായി പോകേണ്ടി വരും. അതങ്ങനെയല്ല. ഷോൺ ജോർജ് എന്നുള്ള വ്യക്തിയെ, ഷോൺ ജോർജ് എന്നുള്ള ബി.ജെ.പിക്കാരനെ, ഞാനൊരു 3 രൂപ മെമ്പർഷിപ്പ് മാത്രമുള്ള ബി.ജെ.പിക്കാരനാണ്. എനിക്ക് പാർട്ടി പ്രത്യേകിച്ച് പദവികളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കേസുമായി മുമ്പോട്ട് പോകാനുള്ള അനുവാദം പാർട്ടിയുടെ ആവശ്യമായിരുന്നു. ഞാൻ ആ പാർട്ടി ചേർന്നപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആ അനുവാദം ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാം എന്ന് തന്നെയാണ് എനിക്ക് പാർട്ടി തന്നിട്ടുള്ളത്.